ഹായ്, വെൽക്കം ബാക്ക് ടു മാജിക് മൂവി എക്സ്പ്ലെയിനർ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന സ്റ്റോറി 2025 പുറത്തിറങ്ങിയ അമേരിക്കൻ സൈക്കോളജി മിസ്റ്ററി ത്രില്ലറായ ഗെയ്സർ എന്ന മൂവിയാണ്. ഇനി നമുക്ക് കഥയിലോട്ട് പോയാലോ. കഥയിലെ ഹീറോയിന്റെ പേരാണ് ഫ്രാങ്കി. ഫ്രാങ്കിക്ക് ഓർമ്മ നിൽക്കാറില്ല. ഫ്രാങ്കിക്ക് എന്തോ ഒരു വലിയ അസുഖമുണ്ട്. അത് കാരണം അവൾ എപ്പോ വേണോ മരിച്ചു പോവാം. ഫ്രാങ്കിക്ക് ഒരുപാട് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇത്രയും പ്രശ്നങ്ങളുള്ള ഫ്രാങ്കി അറിയാതെ പോയി ഒരു ട്രാപ്പിൽ പെടുകയാണ്. എന്താണ് ഫ്രാങ്കിക്ക് സംഭവിച്ചതെന്ന് നമുക്ക് കഥയിലൂടെ കേൾക്കാം. കഥയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് നമ്മുടെ കഥയിലെ നായികയായ ഫ്രാങ്കിയാണ്. പുള്ളിക്കാരത്തിക്ക് ന്യൂറോളജി പരമായി പ്രശ്നമുണ്ട്. അത് കാരണം എപ്പോ വേണോ ഓർമ്മ നഷ്ടപ്പെടാം. അതിനാൽ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും എന്തെങ്കിലും റെക്കോർഡ് ചെയ്ത് കേട്ടുകൊണ്ടിരിക്കണം. അത് അവൾ ചെയ്യുമായിരുന്നു. ഫ്രാങ്കി തന്നെ അവളുടെ ഫോക്കസ് മാറാതിരിക്കാൻ വേണ്ടി എപ്പോഴും റെക്കോർഡ് ചെയ്തത് കേട്ടുകൊണ്ടിരിക്കും. അവൾ വർക്ക് ചെയ്യുന്നത് ഒരു പെട്രോൾ പമ്പിലാണ്. അപ്പോഴും അവൾ ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കും, കാരണം അവളുടെ ഫോക്കസ് മാറാതിരിക്കാൻ. അതേസമയം ഈ പെട്രോൾ പമ്പിന് ഓപ്പോസിറ്റായി ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ട്. അവിടെ 4ാമത്തെ നിലയിൽ എന്തോ ഒരു നിഴൽ അവൾ കാണുന്നുണ്ട്. കർട്ടൻ ഉള്ളത് കാരണം അവൾക്ക് അവിടെ എന്താ നടക്കുന്നതെന്ന് വ്യക്തമായി അറിയില്ലായിരുന്നു. പക്ഷെ അടിപിടി നടക്കുന്നത് അവൾക്ക് കാണാമായിരുന്നു. ആ സമയം പെട്രോൾ അടിക്കാനായി ഒരാൾ വരും. അയാൾ ഫ്രാങ്കിയെ വിളിക്കും. അവൾ അപ്പാർട്ട്മെന്റിൽ തന്നെ നോക്കി നിൽക്കും. പക്ഷെ അവൾ കേൾക്കുന്നുണ്ടായിരുന്നില്ല. അയാൾ ഫ്രാങ്കിയെ വഴക്കു പറയും. ഇത് കണ്ടുകൊണ്ട് വരുന്ന പെട്രോൾ പമ്പിന്റെ മാനേജർ ഫ്രാങ്കിയെ വഴക്കു പറയും. ഇങ്ങനെയാണെങ്കിൽ ഇതിവിടെ പറ്റില്ല. ഇതും പറഞ്ഞ് പെട്രോൾ പമ്പിന്റെ മാനേജർ അവൾക്ക് കൊടുക്കാനുള്ള ക്യാഷും കൊടുത്ത് അവളെ ജോലിയിൽ നിന്നും പറഞ്ഞു വിടും. അപ്പോഴും ഫ്രാങ്കിയുടെ മനസ്സിൽ എന്തായിരിക്കും ആ 4ാമത്തെ നിലയിൽ സംഭവിച്ചത്, അങ്ങോട്ട് പോയി നോക്കിയാലോ എന്ന് കരുതി ഫ്രാങ്കി നേരെ ആ അപ്പാർട്ട്മെന്റിന്റെ അങ്ങോട്ട് പോകും. അവൾ മുകളിലോട്ട് നോക്കുമ്പോൾ 4ാമത്തെ നിലയിൽ അപ്പാർട്ട്മെന്റിൽ ലൈറ്റ് അണച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്തായിരുന്നു പെട്ടെന്ന് ഒരു സൗണ്ട് കേൾക്കും. ഫ്രാങ്കി തിരിഞ്ഞു നോക്കും. ഒരു പെൺകുട്ടി അതുവഴി പാസ് ചെയ്ത് പോകുന്നുണ്ട്. ആ പെൺകുട്ടി ഫ്രാങ്കിയെ നോക്കിക്കൊണ്ടായിരുന്നു പോയത്. അത് കഴിഞ്ഞ് ഫ്രാങ്കി നേരെ പോകുന്നത് ഒരു ടെലിഫോൺ ബൂത്തിലേക്കായിരിക്കും, അവളുടെ മകളെ വിളിക്കാനായി. അവളുടെ ഹസ്ബൻഡിന്റെ അമ്മയുടെ അടുത്താണ് അവളുടെ മകളുള്ളത്. ഫ്രാങ്കി ഫോൺ വിളിക്കുമ്പോഴൊന്നും അവർ മകൾക്ക് കൊടുക്കാറില്ല ഫോൺ. ഇപ്രാവശ്യം അത് തന്നെ സംഭവിച്ചു. ഫ്രാങ്കി നേരെ മടങ്ങി തന്റെ അപ്പാർട്ട്മെന്റിലെത്തി. വാതിലിന്റെ മുന്നിൽ ഒരു നോട്ടീസ് ഉണ്ടായിരുന്നു. അപ്പാർട്ട്മെന്റിന്റെ റെന്റ് കൊടുക്കാഞ്ഞതുകൊണ്ട് എത്രയും പെട്ടെന്ന് ക്യാഷ് കൊടുക്കണമെന്ന് അതിന്റെ ഓണർ എഴുതിയ നോട്ടീസ് ആയിരുന്നു അത്. പക്ഷെ അവളുടെ കയ്യിൽ അധികം ക്യാഷ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവളുടെ ഹസ്ബൻഡ് മരിച്ചിട്ട് കുറച്ച് നാളെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അവർ 3 പേരും ഇവിടെ സന്തോഷമായിട്ടായിരുന്നു ജീവിച്ചിരുന്നത്. ആ സമയം റെക്കോർഡ് ചെയ്തതെല്ലാം വീണ്ടും വീണ്ടും ഫ്രാങ്കി കേൾക്കുമായിരുന്നു. അവൾക്ക് ഓർക്കാനും സന്തോഷിക്കാനും അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫ്രാങ്കി ഉറങ്ങാൻ കിടന്നു. ആ സമയം അവൾ മേളിലോട്ട് നോക്കുമ്പോൾ ഒരു സീലിംഗിൽ ഒരു ഹോള് കാണുന്നുണ്ട്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഫ്രാങ്കി ഒരു വീട്ടിലോട്ട് കയറി ചെല്ലുന്നു. ആ വീട്ടിൽ വേറെ ആരുമില്ല. രക്തം തളം കെട്ടി കിടക്കുന്നതും അതിനടുത്തായി ഒരു ഗണ്ണ് കിടക്കുന്നതും അവൾ കണ്ടു. പെട്ടെന്നായിരുന്നു ഫ്രാങ്കി ഞെട്ടി എണീച്ചത്. അവൾ സ്വപ്നം കണ്ടതായിരുന്നു. ഫ്രാങ്കി ചുറ്റും നോക്കുമ്പോൾ രാവിലെയായി. ഫ്രാങ്കി നേരെ തന്നെ ചികിത്സിക്കുന്ന ഡോക്ടറെ കാണാനായി ഇറങ്ങും. അവളുടെ റിസൾട്ട് എല്ലാം വന്നിട്ടുണ്ട്. ഡോക്ടർ പറയുന്നുണ്ട് ഇനി അധികം നാൾ ജീവിച്ചിരിക്കില്ല. അത് കേൾക്കുമ്പോൾ അവൾക്ക് നല്ല വിഷമമുണ്ട്. അവളുടെ അവസ്ഥയോ, വാടക കൊടുക്കാൻ കൂടി ക്യാഷ് ഇല്ല. മകൾക്കായിട്ട് എന്തെങ്കിലും കുറച്ച് മാറ്റി വെക്കണമെന്നുണ്ട്. അതിനിടയിൽ ചികിത്സ നടക്കുന്നതല്ലെന്ന് ഫ്രാങ്കിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അവിടെ നിന്ന് നേരെ ഫ്രാങ്കി പോകുന്നത് കൗൺസിലിംഗ് ഒക്കെ നടത്തുന്ന ഒരിടത്തായിരുന്നു. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നവരെല്ലാവരും ഒരുമിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സമാധാനപരമായിട്ട് സംസാരിക്കുന്ന ഒരിടം. ഫ്രാങ്കി അവിടെ പോയി അവർ പരസ്പരം പറയുന്നതെല്ലാം കേട്ടിരിക്കും. അല്ലാതെ ഒരിക്കലും അവൾ അവളുടെ പ്രശ്നങ്ങൾ അവരോട് പറഞ്ഞിട്ടില്ല. അതിന്റെ ലീഡർ ചോദിക്കും ഇന്ന് ഫ്രാങ്കി പറയുന്നുണ്ടോ? അപ്പോൾ അവൾ പറയും ഇല്ല. എപ്പോഴും നീ വരുന്നുണ്ടല്ലോ, നിന്റെ പ്രശ്നങ്ങൾ മാത്രം എന്താ സംസാരിക്കുകയെന്ന് ആ ലേഡി ചോദിക്കും. ആ സമയം അവിടെ വേറൊരു പെൺകുട്ടി വരുന്നു. ആ പെൺകുട്ടിയെ കാണുമ്പോൾ തന്നെ ഫ്രാങ്കിക്ക് മനസ്സിലാവും അവൾ അന്ന് ആ അപ്പാർട്ട്മെന്റിൽ വെച്ച് കണ്ട പെൺകുട്ടിയായിരുന്നു അത്. അത് കഴിഞ്ഞ് ഫ്രാങ്കി നേരെ അവളുടെ അപ്പാർട്ട്മെന്റിലെത്തി. ആ സമയം അവൾ ചിന്തിക്കുന്നത് അന്ന് എന്തിനാ ആ പെൺകുട്ടി എന്നെ നോക്കിക്കൊണ്ടുപോയത്. പിറ്റേ ദിവസവും ഫ്രാങ്കി ഈ കൗൺസിലിംഗ് നടക്കുന്നിടത്ത് പോയി. അന്ന് ഗ്രൂപ്പ് തിരിഞ്ഞ് 2 പേരായിട്ടായിരുന്നു സംസാരിക്കേണ്ടത്. ഫ്രാങ്കിയും ആ പെൺകുട്ടിയുമായിരുന്നു ഒരു ഗ്രൂപ്പിൽ. ആ പെൺകുട്ടിയുടെ പേര് ക്ലെയർ എന്നായിരുന്നു. ക്ലെയർ ഫ്രാങ്കിയോട് ചോദിക്കും നിങ്ങൾ എന്തിനാ അന്ന് അപ്പാർട്ട്മെന്റിൽ നോക്കി നിന്നത്? മറ്റുള്ളവരുടെ ജീവിതത്തിൽ എത്തി നോക്കുന്നത് ശരിയാണോ? ഫ്രാങ്കി പറയും സോറി, ഒരിക്കലും ഞാൻ മറ്റുള്ളവരുടെ കാര്യത്തിൽ നോക്കുന്നതല്ല. ഞാൻ എന്തെങ്കിലും ശ്രദ്ധിച്ചാൽ അത് ഫോക്കസ് ചെയ്ത് നിന്നില്ലെങ്കിൽ ഞാൻ അവിടെ തലകറങ്ങി വീഴും. അതെന്റെ ഒരു മെഡിക്കൽ കണ്ടീഷനാണ്. അപ്പോൾ ക്ലെയർ പറയും ശരി, അന്ന് നീ എന്റെ അപ്പാർട്ട്മെന്റിൽ നോക്കിയപ്പോൾ എന്താ കണ്ടത്? ഫ്രാങ്കി പറയും ഞാൻ വ്യക്തമായിട്ടൊന്നും കണ്ടില്ല, എന്തോ വഴക്ക് നടക്കുന്നതായിട്ട് മനസ്സിലായി. ക്ലെയർ അപ്പോൾ പറയും ഓക്കെ ശരി. ഫ്രാങ്കി ക്ലെയറിനോട് ചോദിക്കും എന്താ ഇവിടെ വന്നത്, എന്താ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ പ്രശ്നം? ക്ലെയർ പറയും എന്റെ അമ്മ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ സൂയിസൈഡ് ചെയ്തു. അമ്മ ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ ഒരു സ്ത്രീ അമ്മ ചെയ്യാത്ത തെറ്റിന് അമ്മയെ കള്ളിയാക്കി. അതിന്റെ മനോവിഷമം സഹിക്കാൻ വയ്യാതെയാണ് അമ്മ സൂയിസൈഡ് ചെയ്തത്. എനിക്കൊരു ചേട്ടനുണ്ട്. അമ്മ മരിച്ചതിന് ശേഷം അവൻ മാനസികമായി വളരെ ബുദ്ധിമുട്ടിലാണ്. അവൻ എന്നെ പുറത്തു പോകാൻ കൂടി സമ്മതിക്കത്തില്ല. അവന്റെ പെരുമാറ്റം ഇപ്പോൾ ഒരു സൈക്കോയെ പോലെയാണ്. അവന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടു പോകാനായി അന്ന് ശ്രമിക്കുമ്പോഴായിരുന്നു അവൻ എന്നെ ഉപദ്രവിച്ചത്. നിങ്ങൾ കണ്ടതും അതായിരുന്നു. ഫ്രാങ്കി ചോദിക്കും നിനക്ക് പോലീസിൽ കംപ്ലൈന്റ് ചെയ്തൂടെ? അവൾ പറയും പോലീസുകാർക്കിടയിൽ ചേട്ടന് ഫ്രണ്ട്സ് ഉണ്ട്, അവർ അവനോട് പറയും, അവൻ അറിഞ്ഞാൽ വീണ്ടും പ്രശ്നമാവും. അത് കഴിഞ്ഞ് അവൾ അവിടെ നിന്ന് തിരിച്ചു പോകും. ആ സമയത്ത് ഫ്രാങ്ക് ബസ് കയറാനായി ബസ് സ്റ്റോപ്പിൽ ഇരിക്കുമ്പോൾ അവിടെ ക്ലെയർ വരും.
ക്ലെയർ ഫ്രാങ്കിനോട് ചോദിക്കും, നമുക്കൊരു കോഫി കുടിച്ചാലോ? അവിടെ നിന്ന് അവർ രണ്ടുപേരും നേരെ കോഫി ഷോപ്പിലോട്ട് പോകും. ഫ്രാങ്കി തന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എല്ലാം ക്ലെയറിന് കാണിച്ചു കൊടുക്കും. ക്ലെയർ ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എല്ലാം നോക്കും. ആ സമയത്ത് കോഫി ഷോപ്പിൽ ഒരു ജീവനക്കാരൻ അവിടെ വരും. ഫ്രാങ്കി ചോദിക്കും, ഇവിടെ എന്തെങ്കിലും ജോലി വേക്കൻസി ഉണ്ടോ? അയാൾ പറയും, ഇപ്പോൾ ഇല്ല. ആ സമയം ക്ലെയർ ചോദിക്കും, നിനക്ക് ജോലിയൊന്നുമില്ലേ? ഫ്രാങ്കി പറയും, ഇല്ല, എനിക്ക് ജോലിയൊന്നുമില്ല. ഫ്രാങ്കി പറയും, എനിക്ക് മരിക്കുന്നതിന് മുന്നേ കുറച്ച് കാശുണ്ടാക്കണം. എനിക്കായിട്ടല്ല, എൻ്റെ മകൾക്കായിട്ട്. അവൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണം. എൻ്റെ ഈ അസുഖം കാരണം എനിക്ക് ഒരിടത്തും ജോലി കിട്ടുന്നില്ല. കിട്ടിയാലും ആ ജോലി ഉടൻ നഷ്ടപ്പെടുകയും ചെയ്യും എൻ്റെ അസുഖം കാരണം. ഫ്രാങ്കിയോട് ക്ലെയർ ആ സമയം പറയും, നിനക്ക് ക്യാഷിന് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിനക്കൊരു ചെറിയ ജോലി തരട്ടെ. ഞാനിപ്പോൾ എൻ്റെ ചേട്ടൻ അറിയാതെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ളത്. എൻ്റെ സാധനങ്ങളെല്ലാം കൂടെ ഞാൻ എൻ്റെ കാറിൽ കയറ്റി വെച്ചിട്ടുണ്ട്. എൻ്റെ ചേട്ടൻ കാണാതെ ആ കാറ് നീ എടുത്തു തരണം. പക്ഷെ കാറിൻ്റെ ചാവി എൻ്റെ അപ്പാർട്ട്മെൻറ്റിലാണ്. നീ അത് അവിടെ നിന്ന് എടുത്ത് എനിക്ക് കാറും എടുത്ത് എനിക്ക് എത്തിച്ചു തന്നാൽ നിനക്ക് ഞാൻ കുറച്ച് കാശ് തരാം. എനിക്ക് ആ കാറും കൊണ്ട് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുകയും ചെയ്യാം. ഫ്രാങ്കി, അത് എന്നെ കൊണ്ട് പറ്റുമോ എന്ന് എനിക്കറിയില്ല എന്ന് പറയും. ക്ലെയർ പറയും, ഇപ്പോൾ നീ ആൻസർ തരണ്ട, നീ വീട്ടിൽ പോയി ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഇതും പറഞ്ഞ് ക്ലെയർ തന്റെ നമ്പർ ഫ്രാങ്കിക്ക് കൊടുക്കും. ക്ലെയർ ഫ്രാങ്കിയോട് പറയും, നീ ഇതെനിക്ക് ചെയ്തു തരികയാണെങ്കിൽ ഞാൻ നിനക്ക് $3000 തരാം. ഇത് കഴിഞ്ഞ് ഫ്രാങ്കി നേരെ തന്റെ അപ്പാർട്ട്മെന്റിൽ വരുന്നു. അവൾ എന്നിട്ട് ആലോചിക്കും, താൻ എത്ര നാൾ ജോലി ചെയ്താൽ $3000 ഉണ്ടാക്കാൻ പറ്റും? അതും ഉണ്ടാക്കാൻ പറ്റുമോ? ഇതാകുമ്പോൾ ഒരു കുഞ്ഞു ജോലിയേ ഉള്ളൂ. ഇത് ചെയ്താൽ എനിക്ക് $3000 കിട്ടും. എൻ്റെ മകൾക്കായിട്ട് എന്തെങ്കിലും മാറ്റി വെക്കാനും പറ്റും. അതും ആലോചിച്ച് കിടക്കുമ്പോൾ അവൾ ഉറങ്ങിപ്പോകുന്നു. പിറ്റേന്ന് രാവിലെ ഫ്രാങ്കി തന്റെ മകളെ കാണാനായിട്ട് ഇറങ്ങി. ആ വീട്ടിലെത്തിയപ്പോൾ അവളുടെ ഹസ്ബൻഡിന്റെ അമ്മയ്ക്ക് അവളെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അവർ അവളെ മൈൻഡ് ആക്കുന്നത് കൂടി ഇല്ലായിരുന്നു. ഫ്രാങ്കി അവരോട് ചോദിക്കും, നിങ്ങൾ എന്തിനാ ഇങ്ങനെ കാണിക്കുന്നത്? എനിക്ക് എൻ്റെ മകള് മാത്രമല്ലേ ഉള്ളൂ. ഞാൻ അവളെ വിളിക്കുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ അവൾക്ക് ഫോൺ കൊടുക്കുന്നില്ല? ആ സമയം അവളുടെ ഹസ്ബൻഡിന്റെ അമ്മ പറയും, നീ കാരണമാണ് എൻ്റെ മകൻ മരിച്ചത്. അതുകൊണ്ട് നിന്നോട് എനിക്ക് ഒരിക്കലും പൊറുക്കാൻ പറ്റില്ല. ഫ്രാങ്കി പറയും, ഞാനല്ല അതിന് പ്രശ്നക്കാരി. പോലീസ് തന്നെ പറഞ്ഞില്ലേ, അയാൾക്ക് എന്തോ മാനസിക പ്രശ്നമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ സൂയിസൈഡ് ചെയ്തത്. അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്? എൻ്റെ മകളെ ഞാൻ നിങ്ങളുടെ അടുത്ത് നിർത്തിയിരിക്കുന്നത് തന്നെ എനിക്ക് സുഖമില്ലാത്തത് കൊണ്ടാണ്. അതും പറഞ്ഞ് അവൾ നോക്കുമ്പോൾ മകളുടെ ബാഗ് പൊട്ടിക്കിടക്കുന്നത് അവൾ കണ്ടായിരുന്നു. തന്റെ മകൾക്കൊരു ബാഗ് കൂടി വാങ്ങിക്കൊടുക്കാൻ തനിക്ക് പറ്റില്ലല്ലോ എന്ന് കരുതി അവൾ വിഷമത്തോടെ അവിടെ നിന്ന് ഇറങ്ങി. ഫ്രാങ്കി അവിടെ നിന്ന് ഇറങ്ങി നേരെ ഒരു ടെലിഫോൺ ബൂത്തിൽ പോയി ക്ലെയറിനെ വിളിക്കും. ക്ലെയറിനോട് പറയും, നീ പറഞ്ഞ ജോലിക്ക് ഞാൻ തയ്യാറാണ്. ക്ലെയർ പറയും, എങ്കിൽ നീ ഇപ്പോൾ തന്നെ എൻ്റെ അപ്പാർട്ട്മെന്റിലോട്ട് പോവുക. അവിടെ ഒരു ജനാലയുണ്ട്, അതുവഴി നീ അകത്ത് കയറണം. അവിടെ ഒരു ടേബിൾ ഉണ്ട്, അതിന്റെ മണ്ടയിൽ കീ ഉണ്ട്. നീ അതും എടുത്ത് നേരെ ഞാൻ പറയുന്ന സ്ഥലത്ത് ആ കാറും കൊണ്ട് വരണം. ഫ്രാങ്കി നേരെ ക്ലെയറിന്റെ അപ്പാർട്ട്മെന്റിലോട്ട് ക്ലെയർ പറഞ്ഞ വഴി അകത്ത് കയറും. ടേബിളിൽ നിന്ന് ആ കീയും എടുക്കും. ആ സമയമായിരുന്നു അവിടെ ഒരു ബോക്സ് ഇരിക്കുന്നത് കാണുന്നത്. അതിനകത്ത് നിന്നൊരു റിംഗ് കാണും. അവൾ അതെടുക്കും. ആ സമയമായിരുന്നു ക്ലെയറിന്റെ ചേട്ടൻ അങ്ങോട്ട് വരുന്നത്. പേടിച്ച് ഫ്രാങ്കി നേരെ കട്ടിലിനടിയിൽ കയറും. കയ്യിലുണ്ടായിരുന്ന റിംഗ് തറയിൽ വീഴും. ക്ലെയറിന്റെ ചേട്ടൻ ആ സമയം പോലീസിനോട് പറഞ്ഞു, എന്റെ സിസ്റ്റർ എത്ര ദിവസം കൊണ്ട് കാണാനില്ല, നിങ്ങൾക്കൊന്ന് കണ്ടുപിടിച്ച് തന്നുകൂടെ? എത്ര ദിവസമായി ഞാൻ അതിന്റെ ബേക്കേ നടക്കുന്നു. ഇതും പറഞ്ഞ് അയാൾ അതുവഴി പാസ് ചെയ്തു പോയി. ഫ്രാങ്കി ഉടൻ തന്നെ ആ ബെഡിനടിയിൽ നിന്ന് എണീക്കാൻ ശ്രമിക്കുമ്പോൾ അവളുടെ ചേട്ടൻ ആ റൂമിലോട്ട് വരുന്നു. ഇത് കണ്ട് ഫ്രാങ്കി വീണ്ടും പേടിക്കും. അയാളുടെ പേര് കെയിൽ എന്നായിരുന്നു. അയാൾ ആ നിലത്ത് കിടന്ന റിങ്ങിനെ എടുത്ത് മുകളിൽ വെച്ചിട്ട് അവിടെ നിന്ന് പോകും. ആ സമയം ഫ്രാങ്കി പുറത്തിറങ്ങും. ഓടിച്ചെന്ന് ക്ലെയറിന്റെ കാറിനകത്ത് കയറി അത് സ്റ്റാർട്ട് ചെയ്ത് തിരിക്കാൻ പോകുമ്പോൾ അവളുടെ ചേട്ടൻ കാണും. അയാൾ ബേക്കെ വിളിക്കും. അവൾ മൈൻഡാക്കാതെ കാറും എടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെടും. ഫ്രാങ്കി നേരെ ക്ലെയർ പറഞ്ഞ സ്ഥലത്തെത്തി. കുറെ സമയം വെയിറ്റ് ചെയ്തു. ആ സമയം ഫ്രാങ്കിയുടെ ശ്രദ്ധ മാറിയത് കൊണ്ട് തന്നെ അവൾ മയങ്ങി പോകുന്നു. അവൾ ഉണർന്നു നോക്കുമ്പോൾ രാത്രിയായി. എന്നാൽ അപ്പോഴും ക്ലെയർ എത്തിയിട്ടില്ല. അവൾ കാറിൽ നിന്ന് പുറത്തിറങ്ങി. ഫ്രാങ്കി നേരെ ബാക്കിൽ ചെന്ന് നോക്കുമ്പോൾ അതിന്റെ ഡിക്കി ഓപ്പൺ ആയിരുന്നു. അവിടെ കർട്ടന്റെ ബാലൻസും വേറെ എന്തൊക്കെയോ കിടപ്പുണ്ടായിരുന്നു. ഫ്രാങ്കി നേരെ ഒരു ടെലിഫോൺ ബൂത്തിൽ വന്ന് ക്ലെയറിനെ ഫോൺ വിളിക്കും. ഫോൺ വിളിക്കുമ്പോൾ ക്ലെയറിനെ കിട്ടുന്നില്ല. ക്ലെയറിന് ഫ്രാങ്കി വോയിസ് മെസ്സേജ് അയക്കും. ഞാൻ നീ പറഞ്ഞ സ്ഥലത്ത് കാറ് കൊണ്ടിട്ടിട്ടുണ്ട്. ഞാനൊരു ഹോട്ടലിലോട്ടാണ് താമസിക്കാൻ പോകുന്നത്. ഇതും പറഞ്ഞ് ഹോട്ടലിന്റെ അഡ്രസ്സും പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്യും. ഫ്രാങ്കി ഹോട്ടലിലെത്തി ക്ലെയറിനെ വെയിറ്റ് ചെയ്യും. ക്ലെയറിന്റെ കോളും വരില്ല, ക്ലെയറും വരില്ല. ക്ലെയറിന്റെ ചേട്ടൻ പിടിച്ചിട്ടുണ്ടാവുമോ എന്നായിരുന്നു അവളുടെ മനസ്സിൽ. പിറ്റേന്ന് രാവിലെ ഫ്രാങ്കി ആലോചിക്കും. കോഫി ഷോപ്പിൽ വെച്ച് ക്ലെയർ പറഞ്ഞിട്ടുണ്ടായിരുന്നു താൻ ചേട്ടന്റെ കണ്ണ് വെട്ടിച്ചൊരു ഹോട്ടലിലാണ് താമസിക്കുന്നത്. ആ ഹോട്ടലിന്റെ പേരും ഫ്രാങ്കിക്ക് ഓർമ്മയിലുണ്ടായിരുന്നു. നേരെ ഫ്രാങ്കി അങ്ങോട്ട് തിരിക്കും. ഫ്രാങ്കി നേരെ ഹോട്ടലിലെത്തും. അവിടെ റിസപ്ഷനിൽ ചോദിക്കും, ക്ലെയർ എന്ന് പറഞ്ഞൊരു ലേഡി ഇവിടെ താമസമുണ്ടോ? അവരുടെ ഡീറ്റെയിൽസ് ഒന്ന് തരാവോ? റിസപ്ഷനിലെ ആള് പറയും, അങ്ങനെ തരാൻ പറ്റില്ല, അത് നമ്മുടെ നിയമത്തിനെതിരാണ്. ഫ്രാങ്കി അപ്പോൾ തന്നെ പറയും, എനിക്ക് അത്യാവശ്യമായിട്ട് അറിയണമായിരുന്നു. അയാൾ പറയും, പറ്റില്ല, അങ്ങനെ പറയാൻ പറ്റില്ല. ഫ്രാങ്കി അപ്പോൾ കയ്യിലുണ്ടായിരുന്ന ക്യാഷിൽ നിന്നും കുറച്ചെടുത്ത് അയാൾക്ക് കൊടുക്കും. അത് കിട്ടിയതിനു ശേഷം അയാൾ ചെക്ക് ചെയ്യും. അയാൾ പറയും, ക്ലെയർ എന്ന പേരിൽ ഇവിടെ ആരും റൂം എടുത്തിട്ടില്ല. ഫ്രാങ്കി പറയും, ഇല്ല, റൂം എടുത്തിട്ടുണ്ട്. അവൾ അയാൾക്ക് അവളുടെ രൂപം വിവരിച്ചു കൊടുക്കും. റിസപ്ഷനിലെ ആള് പറയും, ഓ, എനിക്ക് ആളെ മനസ്സിലായി. ആ ലേഡിയുടെ പേര് ക്ലെയർ എന്നല്ല. ഫ്രാങ്കി ചോദിക്കും, അവരുടെ റിയൽ നെയിം എന്താ? അയാൾ പറഞ്ഞു, കുറച്ചും കൂടെ ക്യാഷ് തന്നാൽ ഞാൻ പറയാം. പക്ഷേ ഫ്രാങ്കിയുടെ കയ്യിൽ ഫുഡ് കഴിക്കാനുള്ള വളരെ തുച്ഛമായ എമൗണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അയാൾ പറയും, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും, മാഡം പോയി കുറച്ച് ക്യാഷും കൂടെ കൊണ്ടുവരും. ക്ലെയർ എന്ന പേര് പറഞ്ഞു പറ്റിച്ച അവരുടെ യഥാർത്ഥ പേര് ഞാൻ പറഞ്ഞു തരാം. ഫ്രാങ്കി ഒന്നും മിണ്ടാതെ പുറത്തു വരും. നേരെ അവൾ പോകുന്നത് ക്ലെയറിന്റെ അപ്പാർട്ട്മെന്റിലോട്ടായിരിക്കും. അവിടെ പോയി അവൾ അന്നാ കണ്ട റിങ്ങും എടുത്ത് പുറത്തു വരും. അവൾ എന്നിട്ട് ബസ്സിൽ കയറി വരുന്ന സമയത്തായിരുന്നു തന്നെ ആരോ ഫോളോ ചെയ്യുന്നതായി അവൾക്ക് മനസ്സിലായി. അവൾ പതുക്കെ ബസ്സിൽ നിന്ന് പുറത്തിറങ്ങി. അയാളും പുറത്തിറങ്ങി. അവൾ തിരിച്ച് വീണ്ടും ബസ്സിൽ കയറി.
അയാൾ അകത്ത് കയറി. അവൾ പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങി ബസ്സിന്റെ ഡോർ അടച്ചു. ആ സൗണ്ട് കേട്ട് ബസ് എടുത്തു. അയാൾക്ക് പുറത്തിറങ്ങാൻ പറ്റിയില്ല. അവൾ നേരെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് അവളുടെ അപ്പാർട്ട്മെന്റിലെത്തി. ഫ്രാങ്കി തന്റെ അപ്പാർട്ട്മെന്റിൽ എത്തിയതിനു ശേഷവും നോക്കി ആരെങ്കിലും തന്നെ ഫോളോ ചെയ്യുന്നുണ്ടോ. പക്ഷെ ഭാഗ്യത്തിന് ആരും ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നില്ല. പിറ്റേന്ന് രാവിലെ ഫ്രാങ്കി ക്ലെയറിന്റെ വീട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്ന ആ റിങ് തന്റെ ഫ്രണ്ടിന്റെ കയ്യിൽ വിൽക്കാനായി ഏൽപ്പിച്ചു. അവിടെ നിന്ന് നേരെ തന്റെ അപ്പാർട്ട്മെന്റിലോട്ട് വരുന്ന വഴിക്ക് 2 ലേഡീസ് അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. അവിടെ ആരോ ഒരു കാർ കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കാറിന്റെ ബാക്കിൽ ബ്ലഡ് ഉണ്ടായിരുന്നു. അതിനടുത്ത് നിന്ന് ഡെഡ് ബോഡി കിട്ടി. ഇതൊക്കെയായിരുന്നു അവർ പറഞ്ഞത്. ഫ്രാങ്കി അവരോട് കാര്യങ്ങൾ തിരക്കി. ആ സമയം അവൾക്ക് മനസ്സിലായി താൻ കൊണ്ടിട്ട കാറിലാണ് ഇതെല്ലാം നടന്നിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനായി ഫ്രാങ്കി നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോകുമായിരുന്നു. അപ്പോഴാണ് ഫ്രാങ്കി തന്നെ ഫോളോ ചെയ്ത ആളെ അവിടെ വെച്ച് കാണുന്നത്. അയാളും പോലീസുകാരും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് അവൾ കാണും. അത് ക്ലെയറിന്റെ സഹോദരൻ ഗെയിലായിരുന്നു. അവൾക്ക് അപ്പോഴാണ് അത് മനസ്സിലായത്. ഗെയിൽ കണ്ടിട്ടുണ്ടായിരുന്നു അവരുടെ അപ്പാർട്ട്മെന്റിൽ ഫ്രാങ്കി വരുന്നത്. അതുകൊണ്ടാണ് അവൻ അവളെ ഫോളോ ചെയ്തത്. ഫ്രാങ്കി നേരെ ഗെയിലിനെ ഫോളോ ചെയ്യാൻ തുടങ്ങി. അവനൊരു വീട്ടിന്റെ വാതിൽ ചെന്ന് മുട്ടുന്നത് കാണാം. അവിടെ ആരും തുറക്കുന്നില്ല. അത് കഴിഞ്ഞ് അവൻ അവിടെ ഒരു പഴയ ഫാക്ടറിയുടെ അങ്ങോട്ട് പോകുന്നതും അവൾ കാണുന്നു. അവൻ തിരിച്ചു വന്ന് കാറും എടുത്ത് എങ്ങോട്ടോ പോകുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ കാറും കൊണ്ട് ആ ഫാക്ടറിയിൽ വന്നു. അവന്റെ കയ്യിൽ ഒരു ചാക്കുകെട്ടുണ്ടായിരുന്നു. ആ ചാക്കുകെട്ടും വലിച്ചു കയറ്റി അവൻ ഫാക്ടറിയുടെ അകത്തോട്ട് പോയി. ഈ സമയം നേരെ ഫ്രാങ്കി ക്ലെയറിന്റെ അപ്പാർട്ട്മെന്റിൽ പോകുന്നു. ഫ്രാങ്കി അങ്ങനെ ക്ലെയറിന്റെ റൂം പരിശോധിക്കുമ്പോൾ ഒരു ID കാർഡ് കിട്ടുന്നു. ക്ലെയർ വർക്ക് ചെയ്യുന്ന കമ്പനിയിലെ ID കാർഡ് ആയിരുന്നു അത്. ഫ്രാങ്കി അങ്ങനെ അവിടെ പരിശോധിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഫ്രാങ്കിയുടെ കണ്ണിൽ പെടുന്നത്. അവിടെ മുമ്പുണ്ടായിരുന്ന കർട്ടൻ ഇല്ല. ഫ്രാങ്കി അന്ന് മുകളിലോട്ട് നോക്കിയ സമയത്ത് ഈ റൂമിൽ കർട്ടൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ കർട്ടൻ ഇല്ല. ഇപ്പോൾ അവിടെ കർട്ടൻ എല്ലാം മാറ്റി അവിടെ തറയിൽ പൊട്ടിക്കിടക്കുന്ന ഹുക്ക് എല്ലാം കാണുന്നുണ്ട്. ഫ്രാങ്കിക്ക് അപ്പോൾ ഓർമ്മ വന്നു താൻ അന്ന് ആ കാറും കൊണ്ട് പോയ സമയത്ത് ഡിക്കിയിൽ ഇതേമാതിരിയുള്ള ഹുക്കുകൾ കണ്ടായിരുന്നു. എന്താ ഇവിടെ നടക്കുന്നത്? ഇതൊന്നും ഫ്രാങ്കിക്ക് മനസ്സിലായില്ല. അവൾ തിരിച്ചു നേരെ അവളുടെ അപ്പാർട്ട്മെന്റിലെത്തി. പിറ്റേന്ന് രാവിലെ ക്ലെയറിന്റെ സഹോദരനെ കണ്ട ആ ഫാക്ടറിയിലോട്ട് അവൾ പോയി. അവൾ അവിടെ മൊത്തം പരിശോധിച്ചു. പെട്ടെന്നായിരുന്നു അവൾ ക്ലെയറിനെ കെട്ടിയിട്ടിരിക്കുന്ന കാഴ്ച കാണുന്നത്. അവൾ ക്ലെയറിനോട് പോയി ചോദിക്കും എന്താ പറ്റിയത്. അവൾ പറയും എന്റെ സഹോദരനാണ് എന്നെ ഇവിടെ കെട്ടിയിട്ടിരിക്കുന്നത്. അവനിവിടെ ഉണ്ട്. എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കൂ. ആ സമയം ഗെയിൽ അങ്ങോട്ട് വരുന്ന സൗണ്ട് കേട്ട് ഫ്രാങ്കി പെട്ടെന്ന് ഒളിച്ചു നിന്നു. ഗെയിൽ വന്ന് ക്ലെയറിനെ നന്നായി ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു. ക്ലെയറിനോട് ഗെയിൽ ചോദിക്കുന്നുണ്ടായിരുന്നു എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്, നിനക്ക് എന്താണ് വേണ്ടത്? അതും പറഞ്ഞ് അവൻ നന്നായിട്ട് അവളോട് ദേഷ്യപ്പെടുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഒരു സഹോദരിയോട് ഒരു സഹോദരൻ ഇങ്ങനെയൊക്കെ കാണിക്കുമോ എന്നായിരുന്നു ഫ്രാങ്കിയുടെ ചിന്ത. അവൻ അത് കഴിഞ്ഞ് അകത്ത റൂമിലോട്ട് പോയി. ഫ്രാങ്കി ഒളിച്ചു നിന്ന് അവൻ തിരിച്ചു വന്ന സമയത്ത് അവന്റെ തലക്കടിച്ചു അവനെ വീഴ്ത്തി. കെട്ടഴിച്ചുകൊണ്ട് ഫ്രാങ്കി ക്ലെയറിനോട് ചോദിക്കും എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്. കെട്ടുകൾ അഴിച്ച സമയത്ത് ക്ലെയർ ഓടി വന്ന് തറയിൽ കിടക്കുന്ന കെയിലിനെ നന്നായിട്ട് ഉപദ്രവിക്കാൻ തുടങ്ങി. ക്ലെയറിനെ പിടിച്ചു മാറ്റി ഫ്രാങ്കി ചോദിക്കും എന്തായി കാണിക്കുന്നത്. അതേസമയം നിലത്ത് കിടക്കുന്ന കെയിൽ എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അയാൾ എന്തോ പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഫ്രാങ്കി അത് എന്താന്ന് കേൾക്കാൻ വേണ്ടി അയാളുടെ അടുത്തേക്ക് ചെന്നു. ഒരു നിമിഷം പോലും കളയരുത്, അവളെ കൊല്ലു എന്നായിരുന്നു അവൻ പറഞ്ഞുകൊണ്ടേയിരുന്നത്. ഇത് കേട്ട് ഫ്രാങ്കി നേരെ ക്ലെയറിനെ തിരിഞ്ഞു നോക്കുന്ന സമയത്തായിരുന്നു ഫ്രാങ്കിയുടെ തലയിൽ ക്ലെയർ ഒരൊറ്റ അടി കൊടുത്ത് അവളുടെ ബോധം അപ്പോൾ തന്നെ പോയി. ഫ്രാങ്കിക്ക് ബോധം വന്ന് നോക്കുമ്പോൾ കെയിൽ അവിടെ തന്നെയുണ്ട്. അവന് ബോധം വന്നിട്ടില്ല. അവൾക്ക് പോലീസിനെ വിളിക്കാൻ പേടിയായിരുന്നു. അവൾ പേടിച്ച് പോലീസിനെ വിളിക്കില്ല. നേരെ അവളുടെ അപ്പാർട്ട്മെന്റിൽ വന്ന് ഈ മുറിവുകളെല്ലാം വച്ച് കെട്ടും. പിറ്റേന്ന് രാവിലെ അവൾ അന്ന് ആ റിങ് വിൽക്കാൻ കൊടുത്ത ആ ഫ്രണ്ടിന്റെ അടുത്ത് പോയി. അത് വിറ്റോ, അതിന്റെ ക്യാഷ് കിട്ടിയോ എന്ന് ചോദിച്ചു. അവൻ ചോദിക്കും നീ ഇത് എവിടെന്നെങ്കിലും കട്ടതാണോ? ഞാൻ വിറ്റയാള് നേരെ വേറൊരാൾക്ക് വിൽക്കാൻ പോയപ്പോൾ അയാളെ പോലീസ് പിടിച്ചു. നീ എന്തിനാണ് എന്നോട് ഈ ചതി ചെയ്തത്? ഞാനിപ്പോൾ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. ആ സമയം അവിടെ പോലീസ് ഉണ്ടായിരുന്നു. അവർ ഫ്രാങ്കിയെയും കൂട്ടി നേരെ അവരുടെ ഓഫീസിൽ വരും. ഫ്രാങ്കിയോട് പോലീസുകാർ ചോദിക്കും നിനക്ക് ക്ലെയർ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അറിയാവോ? ഫ്രാങ്കി പറയും അറിയാം, ഞാൻ കൗൺസിലിങ്ങിന് പോകുന്ന സ്ഥലത്ത് വെച്ച് ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. അവൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നത് അവളുടെ ചേട്ടന്റെ ഉപദ്രവം കാരണമായിരുന്നു. ഈ വക കാര്യങ്ങളൊക്കെ അവൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ എനിക്ക് അവളെ പരിചയമൊന്നുമില്ല. പോലീസുകാരൻ ചോദിക്കും വേറെ ഒരു പരിചയവും ഇല്ലേ? അവൾ പറയും ഇല്ല, എനിക്ക് വേറെ ഒരു രീതിയിലും അവളെ അറിയില്ല. പോലീസുകാർ അവളോട് ചോദിക്കും അങ്ങനെയെങ്കിൽ ക്ലെയറിന്റെ കാറിൽ എങ്ങനെയാണ് ഫ്രാങ്കിയുടെ കൈയടയാളം വരുന്നത്? മരിച്ചു കിടക്കുന്ന പെൺകുട്ടിയുടെ ഫോട്ടോ കാണിച്ചിട്ട് പോലീസുകാർ ചോദിക്കും ഇതാരാണെന്ന് ഫ്രാങ്കിക്ക് അറിയാമോ? അപ്പോൾ ഫ്രാങ്കി പറയും ഇല്ല, എനിക്കിത് ആരാണെന്ന് അറിയില്ല. പോലീസുകാർ അവളോട് പറയും ഇതാണ് ക്ലെയർ. ഫ്രാങ്കി പറയും ഇതല്ല ക്ലെയർ, ഞാൻ അവരെ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്, സംസാരിച്ചിട്ടുള്ളതാണ്, ഇതല്ല ക്ലെയർ. നിങ്ങൾ എന്നെ പറ്റിക്കുകയാണോ എന്നവൾ പോലീസുകാരോട് ചോദിക്കും. ആ സമയം പോലീസുകാരൻ പറയും നിങ്ങൾ കണ്ടത് ആരെയെന്ന് എനിക്കറിയില്ല, പക്ഷെ ഈ മരിച്ചു കിടക്കുന്നതാണ് ക്ലെയർ. അവളുടെ ബ്രദറായ കെയിൽ പോലും ഈ ബോഡി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പോലീസുകാരൻ ഫ്രാങ്കിയോട് പറയും നിനക്ക് ന്യൂറോളജി പരമായ പ്രോബ്ലം ഉണ്ടെന്ന് എനിക്കറിയാം. ആ പ്രോബ്ലം കൊണ്ടായിരിക്കാം നീ കണ്ടുപോയ ആൾക്കാരെ മറന്നു പോകുന്നത്. ഫ്രാങ്കി പറയും ഒരിക്കലും അല്ല, ഞാൻ അവരെ കണ്ടിട്ടുണ്ട്, എനിക്ക് ക്ലെയറിനെ നന്നായിട്ട് അറിയാം, ഇത് ക്ലെയർ അല്ല. എനിക്കെങ്ങനെ കണ്ടും സംസാരിച്ചിട്ടുമുള്ള ഒരാളെ മറക്കാനായിട്ടുള്ള പ്രശ്നമൊന്നും എനിക്കില്ല എന്ന് ഫ്രാങ്കി പോലീസിനോട് പറയും. മരിച്ചുപോയ ക്ലെയർ ജീവിച്ചിരുന്ന സമയത്ത് പോലീസിന് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ലേഡി അവരെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഫ്രാങ്കിയോട് പോലീസ് പറയും വേണമെന്ന് വെച്ചല്ല ആരായാലും ഈ കൊലപാതകം ചെയ്തിരിക്കുന്നത്. എന്തോ ഒരു വാക്കുതർക്കമുണ്ടായി, അതിനെ തുടർന്നാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. ഫ്രാങ്കിക്ക് മനസ്സിലായി പോലീസുകാർക്ക് ഫ്രാങ്കിയാണ് സംശയം. കാരണം ഫ്രാങ്കി ജോലി ചെയ്തിരുന്ന പെട്രോൾ പമ്പിന് ഓപ്പോസിറ്റ് ആയിരുന്നു ഈ അപ്പാർട്ട്മെന്റ്. അപ്പോഴെങ്ങാനും ക്ലെയറുമായി തർക്കം വല്ലതും ഉണ്ടായിട്ടുണ്ടോ എന്നായിരുന്നു പോലീസുകാരന് അറിയാനുള്ളത്. ഇവർ തമ്മിൽ എന്തെങ്കിലും വാക്കുതർക്കം ഉണ്ടായിട്ടുണ്ടോ ആ ഒരു ഡൗട്ട് വെച്ചാണ് പോലീസ് ഫ്രാങ്കിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അവൾ പോലീസുകാരോട് പറയും ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നെ വെറുതെ വിടൂ.
ആ ഓഫീസർ പറയും, ഇപ്പോൾ നിങ്ങൾ പൊയ്ക്കോളൂ, എപ്പോൾ വിളിച്ചാലും ഇവിടെ വരണം. ഫ്രാങ്കിക്ക് മനസ്സിലായി ഈ കുറ്റം പോലീസുകാർ തന്റെ തലയിലിടും. അതിനാൽ തനിക്ക് സത്യം കണ്ടുപിടിക്കണം. ഫ്രാങ്കി മുന്നേ കെയിലിനെ ഫോളോ ചെയ്ത് പോയപ്പോൾ അവ ഒരു വീട്ടിൽ പോകുന്നത് അവൾ കണ്ടായിരുന്നു. ഫ്രാങ്കി നേരെ ആ വീട്ടിലോട്ട് പോയി. ആ വീട്ടിൽ പോയി ഡോർ മുട്ടിയപ്പോൾ ആരും തുറക്കുന്നില്ല. അവൾക്ക് അവിടെ ആരും ഇല്ലെന്ന് മനസ്സിലായി. പുറത്ത് ലെറ്റർ ബോക്സിന്റെ അവിടെ ഒരു ലെറ്റർ ഇരിക്കുന്നത് കണ്ടു. അവൾ അതെടുത്ത് വായിച്ചു. ആ ലെറ്റർ വന്നിരിക്കുന്ന കമ്പനിയുടെ പേരും ക്ലെയറിന്റെ അപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടിയ ID കാർഡിൽ ഉണ്ടായിരുന്ന കമ്പനിയുടെ അഡ്രസ്സും ഇതായിരുന്നു. ആ കത്ത് വന്നിരിക്കുന്നത് ബ്രെൻഡ എന്ന പേരുള്ള ഒരു ലേഡിക്കാണ്. ഫ്രാങ്കി തൊട്ടപ്പുറത്തുള്ള റൂമിലും പോയി തട്ടി നോക്കി. അവിടെയും റൂം ആരും തുറക്കുന്നില്ല. പെട്ടെന്നായിരുന്നു അവിടെ ഒരു ലേഡി വന്നത്. അവർ ഹൗസ് ഓണർ ആയിരുന്നു. അവർ ചോദിച്ചു, നിങ്ങൾ ആരാ? നിങ്ങൾക്ക് ആരെയാ കാണേണ്ടേ? ഫ്രാങ്കിക്ക് പെട്ടെന്ന് എന്താ പറയേണ്ടതെന്ന് അറിയില്ലായിരുന്നു. അവൾ ആ ലെറ്ററിൽ കണ്ട പേര് പറഞ്ഞു. ഞാൻ ബ്രിൻഡെ അന്വേഷിച്ചു വന്നതാണ്. ആ ലേഡി ഫ്രാങ്കിയോട് ചോദിക്കും, നീയും ഇവിടെ വരുന്ന ആ പയ്യന്റെ ആളാണോ? അവൾ ചോദിക്കും, ഏത് പയ്യൻ? ഗെയിൽ എന്ന എന്താണ് പേര്? അവൾ ആ സമയം ആ ലേഡി കാണാതെ ആ പോക്കറ്റിൽ ഉണ്ടായിരുന്ന റെക്കോർഡ് ഓണാക്കി. ഫ്രാങ്കി ആ ലേഡിയോട് ചോദിക്കും, എന്തിനാ അയാൾ ഇങ്ങോട്ട് വന്നത്? ആ ലേഡി പറയും, ഏതോ ഒരു മെഡിക്കൽ കമ്പനിയുടെ കാര്യം അറിയാനായിരുന്നു ഇങ്ങോട്ട് വന്നത്. ഫ്രാങ്കി ആ ലേഡിയോട് ചോദിക്കും, എനിക്ക് ബ്രിൻഡയെ കാണാൻ പറ്റുമോ? അല്ലെങ്കിൽ അവളുടെ അമ്മയെ കണ്ടാലും മതി. അവർ പറയും, ബ്രിൻഡയുടെ അമ്മ മരിച്ചുപോയി. ആ ലേഡി പറയും, അവർ ജോലി ചെയ്ത മെഡിക്കൽ കമ്പനിയിൽ നിന്ന് അവരെന്തോ മോഷ്ടിക്കുകയോ മറ്റോ ചെയ്തു. അതുകൊണ്ട് കമ്പനിയിൽ നിന്ന് അവരെ പുറത്താക്കി. അവരങ്ങനെ സൂയിസൈഡ് ചെയ്തു. ഇതേസമയം ഫ്രാങ്കിക്ക് ഓർമ്മ വന്നു, ക്ലെയർ എന്ന് ഫ്രാങ്കിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു തന്റെ അമ്മ സൂയിസൈഡ് ചെയ്തതാണ് ഇതേമാതിരി കമ്പനിയിൽ നിന്ന് കള്ളം പറഞ്ഞതുകൊണ്ടാണെന്നൊക്കെ. ആ സമയം ഫ്രാങ്കിക്ക് മനസ്സിലായി തന്റെ അടുത്ത് വന്നത് ക്ലെയർ അല്ലായിരുന്നു, ബ്രിൻഡോ ആയിരുന്നു തന്റെ അടുത്ത് കള്ളം പറഞ്ഞു വന്നത്. അതേസമയം അവിടെ നിന്ന് ലേഡി ഇവളുടെ പോക്കറ്റിൽ റെക്കോർഡ് കിടക്കുന്നത് കണ്ടു. അവർ ഓടിച്ചെന്ന് അതിൽ പിടിച്ചു. ആ രണ്ടുപേരും പിടിയും വലിയായി. അത് താഴെ വീണ് പൊട്ടി. ആ പൊട്ടിയ പീസ് എല്ലാം വിറക്കിയെടുത്ത് ഫ്രാങ്കി അവിടെ നിന്ന് ഓടി. നേരെ തന്റെ അപ്പാർട്ട്മെന്റിൽ വന്ന് ആലോചിക്കും, ബ്രിൻഡോയാണ് ഇതെല്ലാം ചെയ്തത്. ബ്രിൻഡോയാണ് ക്ലെയറിനെ ഫോളോ ചെയ്തത്. കെയിൽ ബ്രിൻഡയെ അന്വേഷിച്ചാണ് നടക്കുന്നത്. തന്റെ സിസ്റ്ററെ കൊന്നത് ബ്രിൻഡയാണെന്ന് കെയിലിന് നന്നായിട്ട് സംശയമുണ്ടായിരിക്കാം. ഫ്രാങ്കിക്ക് ഇപ്പോഴാണ് ഓരോ കാര്യങ്ങൾ മനസ്സിലായി വരുന്നത്. ബ്രിൻഡയ്ക്ക് ഈ കത്ത് അയച്ചിരിക്കുന്നത് മരിച്ചുപോയ ക്ലെയർ ആയിരുന്നു. ബ്രിൻഡയുടെ അമ്മയെന്ന് ഓഫീസിൽ എന്തോ കള്ളത്തനം ചെയ്തു എന്ന് പറഞ്ഞ് പിടിച്ച സമയത്ത് അവർ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചു. ആ സമയം അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. ബ്രിൻഡ ആ സമയം ആ കമ്പനിക്ക് കത്തയക്കും, എന്റെ അമ്മ അവിടെയാണ് ജോലി ചെയ്തത്, എന്റെ അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇപ്പോഴത്തെ എന്റെ അമ്മയുടെ അവസ്ഥ വളരെ മോശമാണ്, എന്റെ അമ്മയെ എന്തെങ്കിലും ചെയ്ത് സഹായിക്കണം. ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ക്ലെയർ ആണ് അതിന് മറുപടി അയക്കുന്നത്. ആ കത്തിൽ ക്ലെയർ പറയുന്നത്, നിങ്ങളുടെ അമ്മ കമ്പനിയിൽ നിന്ന് മോഷ്ടിക്കുന്നതിനിടയിലാണ് പിടിക്കപ്പെട്ടത്, അതിനാൽ കമ്പനിയിൽ നിന്ന് യാതൊരു ബെനിഫിറ്റും കിട്ടുകയില്ല. അതേസമയം ബ്രിൻഡയുടെ അമ്മ മരിക്കുകയും ചെയ്യും. ക്ലെയർ അയച്ച മറുപടി ലെറ്ററിലും ബ്രിൻഡയുടെ അമ്മ കള്ളിയാണെന്നാണ് സൂചിപ്പിക്കുന്നത്. അത് സഹിക്കാനാവാതെ അത് ചോദിക്കാനാണ് അന്ന് രാത്രി ക്ലെയറിന്റെ അപ്പാർട്ട്മെന്റിൽ ബ്രിൻഡ പോകുന്നത്. ആ സീനാണ് ഫ്രാങ്കി അന്ന് പെട്രോൾ പമ്പിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കണ്ടത്. അന്നത്തെ ആ ഉന്തുന്തള്ളലിൽ ബ്രിൻഡ ക്ലെയറിനെ കൊന്നതാണെന്ന് ഫ്രാങ്കിക്ക് മനസ്സിലായി. അവൾ ഈ കാര്യങ്ങളെല്ലാം അവൾ റെക്കോർഡ് ചെയ്ത് വെച്ചു. അന്ന് താൻ ആ അപ്പാർട്ട്മെന്റിന്റെ താഴെ വെച്ച് ബ്രിൻഡയെ കണ്ടിട്ടുള്ള കാര്യവും ഫ്രാങ്കി റെക്കോർഡ് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞ് ഫ്രാങ്കി നേരെ അന്ന് അവൾ താമസിച്ചിരുന്ന ആ ഹോട്ടലിൽ പോയി. അവൾ അന്ന് പോയപ്പോൾ ആ റിസപ്ഷനിലെ ആള് പറഞ്ഞു, ക്യാഷ് കൊടുത്താൽ മാത്രമേ ഡീറ്റെയിൽ തരുകയുള്ളൂ എന്ന്. പക്ഷെ ഇപ്പോൾ അവൾ അവിടെ പോയപ്പോൾ അയാൾ അവിടെ ഇല്ല. ഡോറ് തുറന്നിട്ടിട്ടുണ്ടായിരുന്നു. അവൾ പതുക്കെ അതിനകത്ത് കയറി. അതിന്റെ അപ്പുറ സൈഡ് ഒരാളിരുന്ന് ഫോൺ വിളിക്കുന്നുണ്ടായിരുന്നു. അയാൾ കാണാതെ അവൾ പതുക്കെ അവിടെയുള്ള റെക്കോർഡ് ചെക്ക് ചെയ്യാൻ തുടങ്ങി. ആ ബുക്ക് ചെക്ക് ചെയ്ത സമയത്ത് ഫ്രാങ്കിക്ക് മനസ്സിലായി റൂം എടുത്തിരിക്കുന്നത് ഫ്രാങ്കിയുടെ പേരിലാണ്. ഫ്രാങ്കി അവിടെ ഉണ്ടായിരുന്ന റൂമിന്റെ ചാവി എടുത്ത് നേരെ ബ്രിൻഡയുടെ റൂമിൽ പോയി. അവിടെ പോയി തുറന്ന് എല്ലായിടവും പരിശോധിച്ചു. പക്ഷെ ഒരു ഡീറ്റെയിലും കിട്ടിയില്ല. ബ്രിൻഡ അതിനകത്ത് ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. അവൾ പെട്ടെന്ന് ഡോറ് തുറന്ന് പുറത്തു വന്നു. ബ്രിൻഡ ഫ്രാങ്കിയെ നന്നായി മർദ്ദിച്ചു. ഫ്രാങ്കിയുടെ മൈൻഡ് സ്റ്റേബിൾ ആവാനുള്ള ടാബ്ലറ്റ് എപ്പോഴും ഫ്രാങ്കിയുടെ പോക്കറ്റിൽ ഉണ്ടാവും. ആ ടാബ്ലറ്റ് പോക്കറ്റിൽ നിന്ന് ബ്രിൻഡ എടുപ്പിക്കും. അത് നിർബന്ധിച്ച് അത്രയും ഫ്രാങ്കിയെ കൊണ്ട് കഴിപ്പിക്കും. അതേസമയം ഫ്രാങ്കി പോക്കറ്റിലുണ്ടായിരുന്ന റെക്കോർഡ് ബ്രിൻഡ കാണാതെ ഓണാക്കി. അതേസമയം ഫ്രാങ്കി ചോദിക്കും, നിങ്ങൾ എന്തിനാണ് എന്നെ ഈ ട്രാപ്പിൽ കൊണ്ടുവന്നത്? ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാണ് ചെയ്തത്? ബ്രിൻഡ പറയും, നീയല്ലേ പറഞ്ഞത് നീ മരിക്കാൻ പോവുകയാണ്, നീ ഇനി അധികം നാളില്ല, നിന്റെ മെഡിക്കൽ റെക്കോർഡെല്ലാം ഞാൻ കണ്ടതല്ലേ, അതുകൊണ്ടാണ് ഈ കൊലപാതകം നിന്റെ തലയിൽ ഇടാൻ ഞാൻ പോകുന്നത്. ബ്രിൻഡ ഫ്രാങ്കിയോട് പറയും, ഈ മരിച്ചുപോയ ക്ലെയറിനെ കൊന്നത് ഞാൻ തന്നെയാണ്. അവരോട് ഞാൻ മാന്യമായിട്ടാണ് പറഞ്ഞത് എന്റെ അമ്മയെ സഹായിക്കാനായി. പക്ഷെ അവർ തന്ന റിപ്ലൈ അത് വളരെ മോശമായിരുന്നു. അവൾ എന്റെ അമ്മയെ കള്ളി എന്ന് വിളിച്ചു. പക്ഷെ എനിക്കത് സഹിക്കാൻ പറ്റിയില്ല. ആ വാക്ക് തർക്കത്തിനിടയിലാണ് അവളെ കൊന്നത് ഞാൻ. പക്ഷെ അതിന്റെ പേരിൽ ജയിലിൽ പോയി കിടക്കാൻ എന്നെ കിട്ടുകയില്ല. ഇനി എന്തായാലും പോലീസ് അന്വേഷിച്ചു വരാൻ പോകുന്നത് ഫ്രാങ്കി നിന്നെ തന്നെ ആയിരിക്കും. അപ്പോഴേക്കും ഫ്രാങ്കിയുടെ ബോധവും നഷ്ടപ്പെടുന്നു. അതേസമയം റിസപ്ഷനിലുണ്ടായിരുന്ന ഒരാൾ ഫ്രാങ്കിയെ രക്ഷപ്പെടുത്തുന്നു. അയാൾ ഫ്രാങ്കിയെ കൊണ്ട് ആ ടാബ്ലറ്റ് മൊത്തം ഛർദ്ദിപ്പിക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ ഫ്രാങ്കിക്ക് ബോധം തിരിച്ചു കിട്ടി. ഫ്രാങ്കി അയാളോട് താങ്ക്സ് പറയും. എന്നിട്ട് ചോദിക്കും, നിങ്ങൾക്ക് എങ്ങനെ അറിയാമായിരുന്നു ഞാൻ ഇതിനകത്തുണ്ടെന്ന്? ഇവിടെ പുറത്തൊരു ഫോട്ടോയും ഒരു ലെറ്ററും ഉണ്ടായിരുന്നു. ആ ഫോട്ടോയിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഒരാളെ കൊന്നു, അതുകൊണ്ട് നിങ്ങൾ ആത്മഹത്യ ചെയ്യുകയാണെന്ന്. നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ ഒരുപാട് ഇഷ്ടമാണെന്ന് നിങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഫ്രാങ്കി ഉടൻ തന്നെ ആ ഫോട്ടോ എടുത്ത് നോക്കുന്നു. അത് വേറെ ആരുമല്ല, തന്റെ മകളുടേതായിരുന്നു. ഫ്രാങ്കിക്ക് മനസ്സിലായി ബ്രിൻഡോ എന്തും ചെയ്യും, തന്റെ മകളെ ഇനി അവൾ എന്തെങ്കിലും ചെയ്യുമോ എന്ന് പേടിച്ചു അവൾ. നടക്കാൻ പോലും വയ്യാതെ വല്ല വിധാനം ഫ്രാങ്കി അവളുടെ അപ്പാർട്ട്മെന്റിലെത്തി.
അപ്പാർട്ട്മെന്റ് പുറത്തുനിന്ന് ആരോ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇവൾ റെന്റ് കൊടുക്കാത്തത് കൊണ്ട് ഹൗസ് ഓണർ ലോക്ക് ചെയ്തതായിരുന്നു. ഫ്രാങ്കി തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ലേഡിയെ വിളിച്ചിട്ട് പറയും, എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം, ഞാനിപ്പോൾ ഒരു വലിയ അപകടത്തിലാണ്, എന്നെ തിരക്കി ഇപ്പോൾ പോലീസ് വരും, ഞാനൊരു തെറ്റും ചെയ്തിട്ടുമില്ല, ഈ റെക്കോർഡ് പോലീസിന് കൊടുക്കണം, ഇത് പോലീസിന്റെ കയ്യിൽ കിട്ടിയാൽ മാത്രമേ ഞാൻ നിരപരാധിയാണെന്ന് തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ. ആ സമയം താഴെ പോലീസ് വണ്ടിയുടെ സൗണ്ട് കേൾക്കും. ആ ലേഡി പറയും, മോള് പെട്ടെന്ന് പൊയ്ക്കോളൂ, അത് ഞാൻ പോലീസിന്റെ കയ്യിൽ കൊടുത്തോളാം, എന്റെ വണ്ടിയുടെ ചാവി ഞാൻ നിനക്ക് തരാം, ആ വണ്ടിയുമായി നീ രക്ഷപ്പെട്ടോളൂ. അതേസമയം ഫ്രാങ്കിയുടെ വാതിലിൽ പോലീസുകാർ വന്ന് മുട്ടും. ആ ലേഡി അവിടെ വന്ന് പറയും, ഇവിടെ ആരുമില്ല, നിങ്ങൾ ഫ്രാങ്കിയെ അന്വേഷിച്ച് വന്നതാണോ? ഫ്രാങ്കിയുടെ വാതിലിന് മുന്നിൽ നിന്ന് എനിക്കൊരു ടേപ്പ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. ഇതും പറഞ്ഞ് ആ ലേഡി പോലീസുകാർക്ക് ആ ടേപ്പ് റെക്കോർഡ് കൊടുക്കും. ഇതേസമയം ഫ്രാങ്കി അവിടെ നിന്ന് രക്ഷപ്പെട്ട് നേരെ അവളുടെ മകളുടെ അടുത്തെത്തും. ഫ്രാങ്കി അവിടെ എത്തുമ്പോൾ ഫ്രാങ്കിയുടെ ഹസ്ബൻഡിന്റെ അമ്മ അവളെ ഉപദ്രവിക്കാൻ ശ്രമിക്കും. അവളോട് പറയും, നീ ഇവിടെ നിന്ന് പുറത്തു പോയേ പറ്റൂ, ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം. ഫ്രാങ്കി അവരെ പിടിച്ച് തള്ളിയിട്ട് നേരെ മകളുടെ റൂമിൽ കയറി വാതിലടയ്ക്കും. ഫ്രാങ്കി മകളോട് ചോദിക്കും, മോളുടെ അടുത്ത് പരിചയമില്ലാത്ത ആരെങ്കിലും വന്നിട്ടുണ്ടായിരുന്നോ ഈ അടുത്ത കാലത്ത്? കുഞ്ഞു പറയും, ഇല്ലമ്മേ, എൻ്റെ അടുത്ത് ആരും വന്നിട്ടില്ല. അത് കേൾക്കുമ്പോൾ ഫ്രാങ്കിക്ക് സമാധാനമാവും. മോക്ക് അമ്മയോട് താമസിക്കാൻ ഇഷ്ടമാണോ? നമുക്ക് ഒരുമിച്ച് താമസിക്കാമോ? ഫ്രാങ്കി മകളോട് ചോദിക്കും. ആ കുഞ്ഞ് വളരെ സന്തോഷത്തോട് പറയും, എനിക്ക് അമ്മയോടൊപ്പം ജീവിക്കുന്നതാണ് ഇഷ്ടം, അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷവും എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും. ആ സമയം മോളെ എടുത്ത് ഫ്രാങ്കി പുറത്തു വരുമ്പോൾ ഹസ്ബൻഡിന്റെ അമ്മ പോലീസിനെ വിളിക്കുകയായിരുന്നു. ഫ്രാങ്കി അതൊന്നും മൈൻഡ് ചെയ്ത് നേരെ കുഞ്ഞിനെ എടുത്ത് പുറത്തു കൊണ്ടുവന്ന് കാറിൽ കയറ്റി ഫ്രാങ്കിയും കുഞ്ഞും കൂടെ യാത്ര തുടങ്ങി. അതേസമയം പോലീസിന് കിട്ടിയ ടേപ്പ് റെക്കോർഡ് അനുസരിച്ച് പോലീസിന് മനസ്സിലായി ബ്രിൻഡയാണ് കൊലപാതകി എന്ന്. ഇനി പോലീസ് ഫ്രാങ്കിയെ അന്വേഷിക്കത്തില്ല, ബ്രിൻഡയെ മാത്രമേ തിരക്കുകയുള്ളൂ. ഫ്രാങ്കിക്ക് കാർ ഓടിക്കുന്ന സമയത്ത് ശ്രദ്ധ കിട്ടുന്നില്ല, കാരണം അവൾക്ക് റെക്കോർഡ് മെഷീൻ ഇല്ല. അതുണ്ടെങ്കിൽ മാത്രമേ ഫോക്കസ് ചെയ്ത് പോകാൻ പറ്റുകയുണ്ടായിരുന്നുള്ളൂ. പോകുന്ന വഴിക്ക് അവൾ ഉറങ്ങിപ്പോകാനും സാധ്യതയുണ്ടായിരുന്നു. അവൾ കുഞ്ഞിനോട് പറയും, നമുക്കൊരു ഗെയിം കളിച്ചാലോ? അമ്മ വണ്ടി ഓടിക്കുന്നത് കൊണ്ട് അമ്മയ്ക്ക് ചുറ്റും നടക്കുന്നതൊന്നും കാണാൻ പറ്റുന്നില്ല, മോളൊരു കാര്യം ചെയ്യണം, അമ്മയ്ക്ക് ചുറ്റും നടക്കുന്നതെല്ലാം പറഞ്ഞു തരണം. ആ കുഞ്ഞു പറയും, അമ്മ അതിലെ ഒരു കാറ് പോകുന്നുണ്ട്, ഇവിടെ ഒരു പോസ്റ്റ് ഉണ്ട്, അവിടെ ഒരാളുണ്ട്, അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്. ഫ്രാങ്കി കുഞ്ഞു പറയുന്നത് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകും. ഫ്രാങ്കി ആ സമയം കണ്ണാടിയിൽ നോക്കുന്നുണ്ട്. അവളുടെ കണ്ണുകൾ കാണിച്ചാണ് സിനിമ അവസാനിക്കുന്നത്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് തന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.